முத்தமழை இங்க கொட்டி தீராது, முல்லை இரவுகள் புத்தேறியாது. ஜாமதம் மரோதம் தம் இங்கு உந்தன் கையில் சொர்க்கம். புல்லா இரவோ சொல்லா உறவோ, இல்ல ஒருவனை வேண்டி உசுரோ. கண்ணாடா என்னாடா தென்னாடா, இன்னும் வரும் எந்தன் கதையே எந்தன் கதை, இன்னும் வரும் எந்தன் கதையே எந்தன் கதை. காலை கனவினில் காதல் கொண்டேன், கண் விழித்தேன் அவன் காணவில்லை. என்னோடு உன்னை ஒன்றாக்கும் வரை என்ன செய்தும் வலி தீரவில்லை. கருமை கொண்ட கண்ணோக்கி போய் சொல்லி நின்றாயா, போதும் போதும் என சென்றாயா. இன்னும் ஒரு முறை எந்தன் கதை சொல்லவா, காதல் வீழும் வரை காதல் பாடவா. ஜாமதம் மரோதம் தம் இங்கு உந்தன் கையில் சொர்க்கம். நான் காதலி காதலன் நீ, வேறு எல்லாம் வெறும் வேஷம் என்பேன். காலம் யாவும் நீதானே, அந்த காலம் வந்தால் வெல்வேனே. இன்னும் ஒரு முறை எந்தன் கதை சொல்லவா, காதல் வீழும் வரை காதல் பாடவா. ஜானோதம் மரோதம் தம் இங்கு உந்தன் கையில் சொர்க்கம். புல்லா இரவோ சொல்லா உறவோ, இல்ல ஒருவனை வேண்டி உசுரோ. கண்ணாடா என்னாடா தென்னாடா, இன்னும் வரும் எந்தன் கதை எந்தன் கதை, இன்னும் வரும் எந்தன் கதை. നൈസ് 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 താങ്ക് യു. ഗുഡ് 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 ഗുഡ്. അർച്ചന എന്തോ ബ്യൂട്ടിഫുൾ സോങ് സെലക്ഷൻ. താങ്ക് യു. വലിയൊരു പാട്ട്. അതെ, വലിയൊരു പാട്ട്. ചിന്മയി മാം നമ്മുടെ ഫ്ലോറിൽ വന്നിട്ട് മാം നേരിട്ട് പാടുന്ന നമ്മൾ കേട്ടതുമാണ്. അപ്പൊ ഒരുപാട് സന്തോഷം ഈ ഒരു പാട്ട് സെലക്ട് ചെയ്തതിന്. ചോദിക്കാം MG സർ. അർച്ചന, സർ. നല്ല രസമുണ്ട്. കാരണം കോറസും കൂടെ വന്ന് ഇതിനെ അണ്ടർലൈൻ ചെയ്ത് ഓർക്കസ്ട്രയും കൂടെ വരുമ്പോഴാണ് നമുക്ക് ഈ പാട്ട് പാടാൻ സാധിക്കുന്നത്. അപ്പം അങ്ങനെയാണ് അതിൻ്റെ കൺസ്ട്രക്ഷൻ. നന്നായിരുന്നു. തുടക്കത്തിലെ മുത്തുമഴൈ ഓപ്പണിങ്, അവിടെ ഒരു ചെറിയൊരു പ്രോബ്ലം ഉണ്ടായി തുടക്കം. അതിനുശേഷം വരുന്നത് പൊല്ല ഇരവോ അല്ലേ? അതെങ്ങനെയാണിത്? പൊല്ല ഇരവോ സൊല്ലാ ഉറവോ. ഒന്നുകൂടെ ക്ലാരിറ്റി വരട്ടെ. ദരനേ പൊല്ല ഇരവോ സൊല്ലാ ഉറവോ. ആഹാ, അത് അങ്ങനെ വന്നിരുന്നു. ഒന്നുകൂടെ നന്നായിരുന്നേ. പിന്നെ കാലൈ அந்த இடம் காலை கனவினில் காதல் கொண்டேன்,
കൺവിഴിത്തേനവൻ കാണവില്ലേ. അതൊക്കെ നന്നായിട്ടുണ്ട് കേട്ടോ. ആ എക്സ്പ്രഷൻസ് ഉണ്ടല്ലോ, അത് ആദ്യം ഒന്നൊക്കെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. നല്ല നല്ല ഫീലായിരുന്നു പാടിയത്. നല്ല വോയിസ്, നല്ല ശബ്ദം എല്ലാം ഉണ്ട്. ഇതുപോലത്തെ ഒന്ന് ക്ലാരിറ്റി, കാരണം ആ നോട്ട് കൃത്യമായിട്ട് എടുത്ത് പാടിയില്ലെങ്കിൽ അത് ബേസ് നോട്ട് ആയതും കൂടെ കൊണ്ട് നമുക്ക് മനസ്സിലാവത്തില്ല എന്താണെന്ന്. പിന്നെ വരി മറന്നുപോയോ? ഇല്ല സാർ, സെക്കൻഡ് മുത്തുമഴയായിരുന്നു പാടേണ്ടത്. മുത്തുമഴ ഞാൻ പാടിയത് ചരണമായിരുന്നു. അതെ, അങ്ങനെ ഒരു ചേഞ്ച് വന്നല്ലോ. മുത്തുമഴ ഇങ്ക് അവിടെ അതിന് പകരം മാറ്റി വേറെ എന്തോ പാടി. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പിന്നെ കാതലൻ നീ, ഞാൻ കാതലി കാതലൻ നീ, വേറെയെല്ലാം വെറും വേഷം என்பே. ആഹാ, ഇപ്പൊ നല്ല ബ്യൂട്ടിഫുൾ. ഇത് കുറച്ചുകൂടെ ഓപ്പൺ ആക്കായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഇപ്പൊ ഈ ഓപ്പൺ ആയപ്പോഴത്തേക്ക് ഒന്നുകൂടെ ഒരു സുഖമുണ്ട്. കുറച്ച് ഹസ്കിനെസ് കൂടിപ്പോയോ എന്ന് എനിക്ക് സംശയമുണ്ട്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നെങ്കിലും നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ കേട്ടോ. നല്ല ശബ്ദം, നല്ല പാട്ട് സെലക്ഷൻ. ബട്ട് ഇത് ഈ പാടുന്നത് എന്താണെന്ന് കൃത്യം ക്ലാരിറ്റി ഉണ്ടായിരുന്നാൽ ഒന്നുകൂടെ നന്നായിരുന്നേനെ. ദാറ്റ്സ് ഓൾ. അല്ല വേറൊന്നുമില്ല പറയാൻ. ബ്യൂട്ടിഫുൾ സോങ്. താങ്ക് യു സർ. ശരത് സർ, ഈ പാട്ട് മനോഹരമായിട്ടുള്ളൊരു കോമ്പസിഷനാണ് റഹ്മാൻ്റെ. അപ്പോൾ അതിൽ കുറേ സന്തോഷം. പിന്നെ ചിന്മയി പറയേണ്ട കാര്യമില്ല, ഉഗ്രമായിട്ട് പാടുമല്ലോ. അപ്പോൾ ഈ മുത്തമഴ ഇങ്ക് കൊട്ടി, ആ കൊട്ടി ഒന്ന് കൺട്രോൾഡായിട്ട് പാടാൻ പറ്റുമോ? മുത്തമഴ ഇങ്ങ കൊട്ടിത്തീരാ, ആ തീ 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 കൊട്ടിത്തീരാ, കൊട്ടിത്തീരാതു. നൈസ് നൈസ് നൈസ്, വെരി ഗുഡ്. എന്നാളാ ആ ക്രോമാറ്റിക് ഒരെണ്ണം വരത്തില്ലേ, അതൊന്ന് പാടാമോ? കണ്ണാളാ എന്നാളാ. അത് ആ ബ്രിഡ്ജിങ് ഒന്ന് കറക്റ്റാക്കി. ഒരു ക്ലിക്ക് കേൾക്കുന്നുണ്ട്, ഒരു ക്ലിച്ച്. ആ ക്ലിച്ച് ഇല്ലാണ്ടൊന്ന് പാടാമോ? എന്നാളാ എന്നാളാ അങ്ങനെ ഒരു സാധനം വരുന്നത് അതല്ലാതെ. ഇപ്പോഴും ഉണ്ടടാ അത്. അതൊന്ന് ശരിയാക്കണം. ചെറിയൊരു നമുക്കത് കട്ട് ചെയ്ത് കളയാൻ കേട്ടോ. അതൊരു ഇഷ്യൂ അല്ല റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ. പക്ഷേ ഇത് നേരിട്ടൊന്നും പാടുമ്പോൾ അത് ഒരു ബുദ്ധിമുട്ടാണ്. നൈസ് നൈസ്. അതുകൊണ്ട് ഇപ്പൊ വന്നല്ലോ, ഇപ്പൊ വന്നു. ഇപ്പൊ എല്ലാം വരുന്നുണ്ട്. അപ്പൊ ഇത് എല്ലാം ഈ എൻ്റെ മെന്റൽ ബ്ലോക്കാണ്. മുമ്പേ പറഞ്ഞ പോലെ നമുക്കൊരു വിശ്വാസം വേണം, നമ്മളെ കൊണ്ട് പറ്റും. തെറ്റിപ്പോയാൽ പോട്ടെ, അതിപ്പോൾ ആരും കേസൊന്നും കൊടുക്കാൻ പോകുന്നില്ലല്ലോ. അപ്പോൾ ആടി തെറ്റിയ സോ വാട്ട്, അത്രേ ഉള്ളൂ. അങ്ങനെ വിചാരിക്കുക. എല്ലാ കാര്യങ്ങളിലും അവസാനം സോ വാട്ട് എന്ന് വിശ്വസിക്കും, വിചാരിക്കുക. അതുകൊണ്ട് തല കുത്തി വീണ്, അതുകൊണ്ട് കാര്യം കഴിഞ്ഞില്ലേ അത്. അയ്യോ എൻ്റെ അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് തല കുത്തി വീണാണ് എണീച്ച് നിൽക്കുമോ? ഒന്നും സംഭവിക്കത്തില്ല. അതുകൊണ്ട് എല്ലാം ജീവിതത്തെ കൂളായി കാണുക. നമുക്കത് കിട്ടും എന്ന് വിചാരിച്ച് ആ വിശ്വാസത്തോടെ പാടുക കിട്ടും. കാര്യം ഞാനൊരു ചെറിയ ഒരു സ്റ്റോറി പറയാം. ശങ്കരാചാര്യരുടെ ശിഷ്യന്മാരിൽ ഒരു ശിഷ്യനോട് സ്വാമിക്ക് ഒരിച്ചിരി സ്നേഹം കൂടുതലെന്ന് മറ്റുള്ള ശിഷ്യന്മാർക്ക് തോന്നുന്നു. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ പറയുന്നത് അതെന്താണ്, നമുക്കെന്താണ് കുറവ്? നമ്മളും അദ്ദേഹത്തിന് അത്രയും ഭയഭക്തി ബഹുമാനത്തോടെ നമ്മൾ നിൽക്കുന്നു. പക്ഷേ അദ്ദേഹത്തിന് ആ ശിഷ്യനോട് ഒരിച്ചിരി ഒരു പണവട സ്നേഹം കൂടുതലാണല്ലോ അത്. അപ്പോൾ ചോദിച്ചു ഗുരുനാഥ അങ്ങ് അപ്പം അപ്പുറത്ത് ഒരു പുഴയുടെ അപ്പുറത്ത് നിന്ന് എന്തോ കഴുകിക്കൊണ്ട് നിൽക്കുക ഈ ശിഷ്യൻ. ഗുരുനാഥ, ഇത് ഞങ്ങളുടെ അടുത്തുള്ള സ്നേഹത്തിനേക്കാളും കുറച്ചും കൂടെ കൂടുതൽ അദ്ദേഹത്തിൻ്റെ അടുത്തുണ്ടല്ലോ ഗുരുനാഥന്. അല്ലാതെ അയ്യോ അങ്ങനൊന്നും ഇല്ല അത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഗുരുനാഥ്. അപ്പം ശങ്കരാചാര്യർ പറഞ്ഞു, ഇതൊക്കെ കേട്ടറിവാണ്. അവന് എന്നിൽ ഉള്ള വിശ്വാസം വളരെ നിങ്ങളെക്കാളും കൂടുതലാണ്, അതുകൊണ്ടാണ്. അല്ല ഞങ്ങൾക്കും അങ്ങനെ അത്രയും വിശ്വാസമാണ് എന്ന് പറഞ്ഞപ്പോൾ ശങ്കരാചാര്യർ ശിഷ്യ ഇങ്ങ് വരൂ എന്ന് വിളിച്ചപ്പോൾ ഗുരുവോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇങ്ങ് നടന്നു വന്നു ആ പുഴയുടെ മേളിൽ കൂടെ. അപ്പോൾ ആ പുഴയുടെ അദ്ദേഹം കാല് വയ്ക്കുന്ന സ്ഥലത്തെല്ലാം ഓരോ പൂക്കൾ വിരിഞ്ഞു എന്നാണ്, താമര വിരിഞ്ഞു, അതിൽ ചവിട്ടിയാണ് അദ്ദേഹം വന്നതെന്നാണ് പറയുന്നത്. അത് ആ വിശ്വാസമാണ്, ആ ഗുരുവിൻ്റെ മുകളിലുള്ള വിശ്വാസമാണ്. അദ്ദേഹത്തിന് അപ്പം തന്നെ പത്മപാദർ എന്നുള്ള പേരും അദ്ദേഹം ഇട്ടുകൊടുത്തു ശങ്കരാചാര്യർ. അപ്പം അത് വിശ്വാസം. അങ്ങനെ വിശ്വാസം ഉണ്ടെങ്കിൽ വിശ്വാസം രക്ഷിക്കും എന്നാണ് നമ്മൾ കോൺഫിഡൻ്റ്. അവിടെ അങ്ങനെ ക്ലിക്ക് ആവത്തില്ല എന്നങ്ങോട്ട് വിശ്വസിച്ചിട്ട് പാടാൻ വരും. ഇപ്പം പാടിയില്ലേ, മനോഹരമായിട്ട് പാടിയില്ലേ. അപ്പോൾ അത് വേറെ ആരെങ്കിലും ആണോ പാടിയത്? അല്ലല്ലോ. അത് നല്ല പാട്ടുകാരിയാണ്, നമുക്ക് ഒരു ഡൗട്ടും ഇല്ല. അപ്പോൾ ആ ക്രോമാറ്റിക്കിന് അത് പിന്നെ എല്ലാം നന്നായിട്ട് തന്നെ പാടി. പിന്നെ വെൽവേനെ
അതിനൊരു ക്ലാരിറ്റി ഇല്ലായിരുന്നു. ഒന്ന് പാടാമോ? കാലം യാവും നീതാടി അന്ത കാലം വന്നാൽ വെല്ലേനേ. ഒന്നും കൂടെ സുഖമായിട്ട് ചേരാം, അത് കുഴപ്പമില്ല. ഇതൊക്കെ ഉള്ളൂ. നല്ലൊരു രസമുള്ള ഒരു ക്രാഫ്റ്റ്, ഒരു കമ്പോസർ പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുമ്പോൾ ഒരു നല്ല ക്രാഫ്റ്റാണ് റഹ്മാൻ്റെ ഈ പാട്ട്. കുറേ സന്തോഷം റഹ്മാൻ്റെ ഒരു പാട്ട് പാടുക. കാര്യം ഞങ്ങളൊക്കെ സമകാലീനരായതുകൊണ്ടാണ് പറയുന്നത്. പ്രത്യേകിച്ച് റഹ്മാനോടൊരു സ്നേഹമുണ്ട് എനിക്ക്. എത്രയോ പാട്ടുകൾ ഞാൻ ട്രാക്സ് പാടുമ്പോൾ റഹ്മാൻ കീബോർഡ് വായിച്ചിട്ടുണ്ട്. അപ്പോൾ അന്ന് മുതലുള്ള നമുക്ക് അങ്ങനെ അറിയാവും. എന്നെ റഹ്മാന് സുജിത്തെന്നേ അറിയാവും. പിന്നെ ഇപ്പം അറിയാം ശരത്താന്ന്. ഇതൊക്കെ അങ്ങനെ ആയിരുന്നു. എനിക്ക് റഹ്മാനെ ദിലീപെന്നും അറിയാവൂ. അതൊക്കെ ആ കാലമൊക്കെ ഞാനിങ്ങനെ ഓർത്തു പെട്ടെന്ന്. അന്നേ ബ്രില്യൻ്റാണ് കേട്ടോ റഹ്മാൻ. ഒരു നിവൃത്തിയില്ലാത്ത രാജാമണി ചേട്ടനൊക്കെ റഹ്മാൻ ഒരു ബെല്ല് വേണയ്യാ എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ ബെല്ല് ചോദിച്ചാൽ ജിംഗിൾ ബെൽസ് ഇടുന്ന ഒരു മനുഷ്യനായിരുന്നു AR റഹ്മാൻ. അത്ര ടോൺ സെൻസ്, ഒരു ചുമ്മാ ബ്ലിം ബ്ലം ബ്ലം നിട്ടാൽ തന്നെ അത് ആ ടോൺ അദ്ദേഹം തന്നെ എഡിറ്റ് ചെയ്യുന്ന, റഹ്മാൻ തന്നെ എഡിറ്റ് ചെയ്യുന്നതാണ്. വണ്ടർഫുൾ ആ സെൻസ്. അതാണ് ഒരു പുതിയ സൗണ്ട് കൊടുക്കാൻ പറ്റിയത്. അത്രയും ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഒന്ന് കയറി ഇങ്ങ് വന്നില്ലേ, അതാണ് റഹ്മാൻ്റെ ഒരു പ്ലസ്. അപ്പോൾ എന്തൊക്കെയാണ് റഹ്മാൻ്റെ ഒരു പാട്ട് പാടിയതിനും കുറേ സന്തോഷം. നന്നായിട്ട് തന്നെ പാടിയത്. ഞങ്ങൾ ഒന്ന് കറക്റ്റ് ചെയ്താൽ മതി. മെൻ്റൽ ബ്ലോക്സ് പാടില്ല. ഓക്കെ, താങ്ക് യു. താങ്ക് യു സർ. ഷാനിക്ക. അർച്ചന സർ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. എനിക്ക് പേഴ്സണലി ഐ ലവ്ഡ് ഇറ്റ്. അതെ, നമ്മൾ നോക്കി. കാരണം എനിക്ക് ഈ എക്സ്പ്രഷൻസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് എനിക്ക് ഗൂസ് ബംസ് ഒക്കെ തരുന്നൊരു പരിപാടി. എക്സ്പ്രസീവിൻ്റെ അങ്ങേ അറ്റായിരുന്നു മോൾ. താങ്ക് യു സർ. എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, കോമൺ ആയിട്ട് ഫീൽ ചെയ്തൊരു കാര്യം, ക്ലാരിറ്റി. എസ്പെഷ്യലി ബേസ് റേഞ്ച് കവർ ചെയ്യുന്ന സമയത്ത് വേർഡ് എന്താ പാടുന്നതെന്ന് മനസ്സിലാവണില്ല. ഞാനിപ്പോൾ സംസാരിക്കുന്നത് പോലെ ഉണ്ട്, ഒന്നും മനസ്സിലാവുന്നില്ല. ബാക്കി യു ആർ ആൻ അമേസിംഗ് സിംഗർ അർച്ചന. ഉഗ്രം പാട്ടുകാരി, താങ്ക് യു സർ. നോ ഡൗട്ട്. നോ ഡൗട്ട്, ഇബ്രം പാട്ടുകാരി. താങ്ക് യു സർ. ഈ പറഞ്ഞ പോലെ ഈ കുഞ്ഞു പ്രശ്നങ്ങൾ ഒന്ന് സെറ്റാക്കി കഴിഞ്ഞാലുണ്ടല്ലോ പിടിച്ചാൽ കിട്ടില്ല, അതിലൊരു സംശയമില്ല കേട്ടോ. താങ്ക് യു സർ. പിന്നെ ഇതിൻ്റെ ഇപ്പം ഈ തരുന്ന ക്രെഡിറ്റിൻ്റെ ഒരു പകുതി ഭാഗം എനിക്ക് ഈ പാട്ടിനോടുള്ള ഒരു സ്നേഹവും കൂടെ ഉണ്ട്. പ്രേമം കൊണ്ട് സത്യം പറഞ്ഞാൽ. പിന്നെ എനിക്ക് ഓർമ്മ വരുന്നത് ചിന്മയി മാം ഇവിടെ വന്ന് പാടിയതും ഈ അടുത്ത് എനിക്ക് വേണ്ടി പാടിയതും ഒരു വൻ സംഭവം കേട്ടോ പുള്ളിക്കാരി എന്ന് പറയും. ഇപ്പോൾ ഒരു ലൈൻ ഫുൾ പാടിക്കഴിഞ്ഞാലും അവസാനം ഇച്ചിരി ഒന്ന് പഞ്ച് ചെയ്താൽ മതി, ബാക്കിയൊക്കെ ഓക്കെ ആണെന്ന് ഇല്ലപ്പാ വൺ മോർ ടേക്ക് എന്നിട്ട് ഭയങ്കര രസം. പുള്ളിക്കാരി അതിൻ്റെ അകന്ന് ചീ എന്നെ പാടില്ല ചിന്മയി, ഭയങ്കര രസമാണ്. അപ്പം മാമിനെയും ഇപ്പം ഓർക്കുന്നു. അത്രേ ഉള്ളൂ അർച്ചന. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. ചേച്ചി. അർച്ചന മാം. അർച്ചന സൂപ്പർ സോങ് സെലക്ഷൻ. എന്താ പറയാ, അർച്ചന നല്ല ഫീലോടെ പാടി. എനിക്ക് അതിൽ കൊടുത്ത കുറേ എക്സ്പ്രഷൻസ് ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അത് അർച്ചനയുടെ ഒരു പാടുന്ന ഒരു രീതി ഉണ്ടല്ലോ. ഇതിന് മുന്നേ എനിക്ക് തോന്നുന്നു ഇത്തരത്തിലുള്ള പാട്ടുകൾ പാടുമ്പോൾ ഒരു വോയിസിനൊരു പ്രത്യേക ഭംഗി വരാറുണ്ട് അർച്ചനയ്ക്ക്. അപ്പോൾ ഈ ഒരു പാട്ടിൽ എനിക്കത് തോന്നി. കുറേ എക്സ്പ്രഷൻസ്, ഷാൻ പറഞ്ഞ പോലെ എക്സ്പ്രഷൻസ് വളരെ നന്നായിരുന്നു മോള് പാടിയത്. പിന്നെ ഈ കുറച്ചുകൂടി ഒരു ലെവൽ, ഒരു പ്രസൻസ് ആവാമെന്ന് എനിക്കും അഭിപ്രായമുണ്ട്. ബേസ് റേഞ്ച് വരുമ്പോഴത്തേക്ക് ക്ലാരിറ്റി കുറച്ച് കുറയുന്നുണ്ട്. കുറച്ചുകൂടി ഭംഗിയാക്കാം അവിടേക്ക്. ഒരു കോൺഫിഡൻസ് ഇനിയും വരാം സിംഗിങ്ങിൽ. നന്നായി പാടുന്നുണ്ട്. എവ്രിതിങ് വാസ് ഗുഡ്. നല്ലൊരു പാട്ട് സെലക്ഷൻ. നമ്മുടെ കോറസ് പിള്ളേർ ഗംഭീരാക്കി. ഉഗ്രനായിരുന്നു കോറസ്. വായിച്ചതും നമ്മുടെ ഓർക്കസ്ട്രയും എല്ലാം കൊണ്ടും മനോഹരമായി. മോളുടെ ആ ഡാൻസ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ചെയ്യണോ എന്നുള്ളൊരു ഡൗട്ടിലും ഇരിക്കുന്നു. എന്ത് ചെയ്യണം എന്നൊരു പിടിയില്ല. പക്ഷെ എന്തായാലും കുറച്ചുകൂടെ കോൺഫിഡൻസ് ആവാമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ആ പഴയ കോൺഫിഡൻസ് ഒന്ന് തിരിച്ചു വരണം. സുന്ദരിയായിട്ടുണ്ട്, നല്ല ഉടുപ്പും. വെരി നൈസ്. എന്തായാലും ഓൾ ദ വെരി ബെസ്റ്റ് മോളെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ചേച്ചി. ഓക്കെ, മാർക്സ് വയ്ക്കാം. MG സർ. 9 marks. താങ്ക് യു സർ. താങ്ക് യു സർ. ശരത് സർ. 9.1 marks. താങ്ക് യു സർ. താങ്ക് യു സർ. ഷാനിക്ക. ഓക്കെ, സോ ടോട്ടൽ 18.1. സൂപ്പർ. താങ്ക് യു. Superstar.